ഞങ്ങളൊരു വിവരം അറിഞ്ഞു. അനീഷ് ഒരു കാര്യം പറയുന്നത് കേട്ടല്ലോ, 3 ദിവസം മുമ്പാണ് ബിഗ് ബോസിൽ നിന്നൊരു കോൾ വന്നതാണോ? ഞാൻ ഇവിടുന്ന് കേറുന്നതിന് 3 ദിവസം മുൻപാണ് എനിക്ക് ഫൈനൽ. ഒന്നുകൂടെ ആലോചിക്കൂ. ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഭൈരവ. ദിവസം നിങ്ങളെ വിളിച്ച ദിവസങ്ങളെ ഏതാണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 12-14 ദിവസം മുമ്പ് ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തു. നീ കാണാൻ പോണേല്ലോ. അങ്ങനെ വഴിയില്ല. അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവുകൾ കാണിക്കും. ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെളിവുകൾ കാണിക്കും. 12 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ അറിയിക്കുക. കൂടുതലൊന്നും പറയരുത്. ഞാൻ കുളി കഴിഞ്ഞിറങ്ങിയുള്ളൂ. തെറി കൊണ്ട് അഭിഷേകം ചെയ്യരുത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് വിജയി ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നതിന് മുൻപ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ശരിയാണ്, ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല. ഒരു കുറെ പൈസ കൊടുത്തു, എന്നിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ അയാൾക്ക് വോട്ട് ചെയ്യോ? ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ലാലേട്ടാ. ഒരു കാര്യമോ 100 കാര്യമോ പറഞ്ഞോ. മോനെ 5 വർഷം അല്ല, ഞാനിപ്പോ ലീവ് എടുത്തിട്ട് 2 വർഷമായിട്ടേ ഉള്ളൂ. എന്തൊക്കെയായിരുന്നു? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഈ അനീഷ് പറഞ്ഞത് അക്ബറിന് മനസ്സിലായോ? അനീഷേട്ടൻ സാധാരണ രീതിയിൽ പറയണൊന്നും മനസ്സിലാവാറില്ല. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. തലയ്ക്കകത്ത് ആൾതാമസം വേണം. PR എന്ന് പറയുന്ന അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നത് അയ്യോ, ശുദ്ധ കള്ളത്തരം. സാറിന് എന്താ പറയണത്? ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ബാക്കി എല്ലാ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ച് ആൾക്കറിയാം, PR കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പുള്ളിയുടെ ഒരു സ്ട്രാറ്റജിയാണ് ലാലേട്ടാ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. എന്തിനാണ് നിങ്ങൾ എന്താണ് PR, എന്താണ് സ്ട്രാറ്റജി, എന്താണ് ഗെയിം? എനിക്കറിയില്ല. എനിക്കായിരുന്നു കുഴപ്പം. തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ടേ ഒരു കുത്തിക്കഴപ്പ്, അത് തന്നെ. ഞാനിവിടെ ജീവിക്കാനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഇന്നലെയാണ് പറഞ്ഞത് നബി മാറും, എന്നെ ക്യാമറ കാണുന്നില്ല എന്നൊക്കെ. മക്കളെ നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.